ഈ കുഞ്ഞിനും ഹൂറികളെ കിട്ടുന്നതായിരിക്കും. സ്വർഗത്തിൽ പ്രായം 33. കുട്ടിയുടെ ബാപ്പാക്കും ഹൂറികളെ കിട്ടും. സ്വർഗത്തിൽ പ്രായം 33. കുട്ടിയുടെ ഉമ്മ ക്ഷമിക്കുക, ഹൂറന്മാരില്ല. കുട്ടിയും ഭർത്താവും ഹൂറികളെ പൂശുന്നത് കണ്ടിരിക്കാം. കുട്ടിക്ക് ഹൂറികളെ കിട്ടാൻ പ്രാർത്ഥിക്കാം. ഭൂമി. അതായത് അല്ല 2 മാസം പ്രായമുള്ള ഒരു കുട്ടി ഒരു സുന്നത്ത് കർമ്മത്തിന് ഇരയായി കൊല്ലപ്പെട്ട സമയത്ത് ഒരാൾ എഴുതിയ പോസ്റ്റാണിത്. ഓക്കെ ആ ഞാൻ കൊല്ലപ്പെട്ട ഞാൻ കുട്ടിയാണ് ഇതിലെ ഒരു കഥാപാത്രം കേട്ടോ. ഓക്കെ ഓക്കെ ഇത് മനസ്സിലായി, എനിക്ക് ഇതൊരു മനസ്സിലായി. അപ്പൊ വിമർശനമായിട്ട് നിങ്ങൾ അല്ല അല്ല വിചാരിക്കുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. ഉം. അതിന് ഞാൻ നിങ്ങള് അതിനൊന്ന് ഞാൻ ന്യായീകരിക്കൂ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. ന്യായീകരിച്ചോളൂ. അതാ ഞാൻ പറഞ്ഞു, ന്യായീകരിക്കുക എന്ന് പറയരുത് അല്ല, എന്ന് ന്യായീകരിക്കൂ പറയാനാണ്. പ്ലീസ് പ്ലീസ്. ഓക്കെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതാണ് ശരിയായ നിലപാട്. ഞാൻ ഇരട്ടത്താപ്പുകാരനാണ്. അല്ല ഇതിനൊന്ന് ആയിക്കോട്ടെ, ഇതിനൊന്ന് നിങ്ങൾ ശരിയായ രീതിയിലൊന്ന് വ്യാഖ്യാനിച്ച് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. എന്റെ നിങ്ങൾ വായിച്ചപ്പോ തന്നെ എന്റെ മനസ്സിൽ കത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. പറഞ്ഞോളൂ. അതായത് അതായത് അദ്ദേഹം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം എന്നറിയോ, ഈ ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുന്നത് ഈ ഈ ഓക്കെ വരികളെ മനസ്സിലായി കുറിച്ച് മാത്രമാണ്. അതിലേക്ക് തന്നെ വരുന്നത്. പറ. അതായത് ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മുഹമ്മദ് എന്നുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സെക്സിന്റെ ഒരു ഭാഗം, അത് അതിതീവ്രമായ ഷെയിം ഓൺ സെക്സിനെയാണ് യു, അയാൾ ഷെയിം അത് ഷെയിം ഓൺ പറഞ്ഞേക്കൂ. യു, ആ ഷെയിം. നിങ്ങളുടെ അതെന്താ? കൂടെ ആ നിങ്ങൾ ഉം. ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു പിഞ്ചു കുഞ്ഞിനോട് ക്രൂരകൃത്യം കാണിച്ച് ആ കുഞ്ഞ് കൊല്ലപ്പെട്ട ആ കുഞ്ഞിന്റെ മൃതദേഹത്തോട് കാണിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദ്യം. അല്ല ഞാൻ അതിനെ ഓക്കെ കുറിച്ചാണ് ചോദ്യം. നിങ്ങളെ അതിനോട് ഞാൻ ഒരുപാട് ആ സ്റ്റേറ്റ് ആ നമുക്ക് സെന്റൻസുകളോടാണ് നിങ്ങളെ ചോദ്യം. എന്റെ ചോദ്യം ആ ഓക്കെ സെന്റൻസുകളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മനോഭാവം അപ്പോഴുണ്ടായിട്ടുള്ള മനോഭാവം ഞാൻ കമ്പയർ അതൊന്നുമല്ല ചെയ്യുന്നതാണ്. ചോദിച്ചത്. ഓക്കെ ഓക്കെ ആ ഞാൻ സമ്മതിച്ചു. അതിന് ആ നമ്മള് വചനങ്ങൾ ആ അത് വാക്കുകളെ കുറിച്ച് പറയൂ. ഓക്കെ അതിന് നമുക്ക് ഓക്കെ സംഭവിക്കാന്നാണ്. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് നിങ്ങൾ വെച്ചാല് എന്ത് സമ്മതിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും നീചമായ ഹലോ ഹലോ, പറഞ്ഞോളൂ. ആ ആദർശ്. പറയൂ. ഭക്ഷണം കഴിച്ചോ? ഓ, കഴിച്ചു. ഓക്കെ. അല്ലേ ഞാന് ജസ്റ്റ് അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട്, നമുക്ക് ഒരു ആളുകളുമായിട്ടുള്ള ഒരു ഇങ്ങനെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഉം, ഇതുണ്ടാവും, തോട്ടുണ്ടാവുമല്ലോ. ഉം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു ആഗ്രഹം അവിടെ പറഞ്ഞു മാത്രം. പക്ഷെ നോ ഞങ്ങൾ ഇഷ്യൂ, അതൊരു പറയൂ. അല്ല ഇല്ല, അല്ല എന്നെ അവിടെ സംബന്ധിച്ച് ഇരട്ടത്താപ്പ് എന്ന വാക്ക് ഞാൻ കുറച്ചധികം സമയത്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതില്ല നിങ്ങൾക്ക് അതില്ല എന്താ ഈ ഫീൽ ഈ ചെയ്തെന്ന് ഈ അറിയാൻ വേ എനിക്കൊരു അല്ല താല്പര്യമുണ്ട്. അതന്നെ ഈ വേർഡുകൾക്ക് ഒരുപാട് ഫീലിങ്സുകൾ ഉണ്ടല്ലോ. ഉം, അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ ഓരോരോ ഉം, ഇത് വരുന്നത്. ഉം, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് ഒന്ന് ഇന്ന് കൂടി ഞാനൊരു ചെറിയ ക്ലിപ്പ് ആയിട്ടൊക്കെ ഞാൻ പണി സ്ഥലത്തായിരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കണ്ടപ്പോ ഒരു അഭിമുഖം കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഉം, അപ്പോ അതിനകത്തൊരു സംസാരം വന്ന് ഇഡിയുടെ എന്തോ അത് എന്നത്തേന്നുള്ളത് ഞാൻ അറിയില്ല. ഉം, അപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് ഇഡിമാര് ഉസ്താദുമാരേറ്റ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ സംഘപരിവാറിന് വേണ്ടിയിട്ട് ഉം. പണിയെടുക്കുമെന്നൊക്കെ പറയുമ്പോ ആ ഒരു ഇത് കണ്ടു, അത്ര കുഴപ്പമില്ല. കണ്ടുള്ളൂ. അത് അല്ല ഇന്നത്തെ പൊളിറ്റിക്കൽ അല്ലല്ല സിറ്റുവേഷൻ ഞാൻ ആണ്. അത് ഇ ഡി അല്ല മാത്രമൊന്നുമല്ല, ഒരു രാഷ്ട്രീയ മിനിറ്റ് പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് ഉം. ഞാനത് പറഞ്ഞു പോയിക്കോട്ടെ. അല്ല, അത് അപ്പൊ പൊളിറ്റിക്സ് അല്ലേ. അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളതുള്ള ഉം. ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പറയൂ. അത് തെളിച്ചു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കൂടുതൽ സംസാരിക്കാത്ത ആൾക്കാരാണല്ലോ. ഉം, നമുക്ക് ഈ പെട്ടെന്ന് ആ ഒരു ഇത് വരും, എന്താ ഉം, പറയാ, ഈ ഒരു അഗ്രസീവ് എന്നാ പറയാ, അല്ലെങ്കിൽ ഒരു ഉം. വൈബ്രേഷൻ എന്തൊക്കെ പറയുമല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പറയൂ. ആ അപ്പൊ ആ, അപ്പൊ എന്താ പറയുന്നത് വെച്ചാല്, അപ്പൊ പിന്നെ എനിക്ക് തോന്നിയത് വെച്ചാല് ഇപ്പൊ ഞാന് താങ്കളുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ്. ഉം, പക്ഷെ എനിക്ക് കൂടുതലായിട്ട് വിഷമം തോന്നിയത് ആരിഫുമായിട്ട് കോട്ട് ചെയ്ത ഒരു സംഭവത്തിനാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. അപ്പൊ ഉം, ആരിഫിനെ കുറിച്ചുള്ള ഞാന് എന്താ ഉം, പറയണ്ടത്, ഇപ്പൊ രണ്ടുപേരും കമ്പാരിസൺ ചെയ്യരുത് താങ്കൾ പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാൽ കൂടി നമുക്കൊരു ഇതുണ്ടല്ലോ. ഉം, അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉം. ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഒരാളാണ്. ഒരു കാരണം ഉദാഹരണം വെച്ചാല് പറഞ്ഞോളൂ. അത് ഞാൻ പറയാം. അപ്പൊ അദ്ദേഹം ഹോമിയോയുടെ ആളായിരുന്നു. ആ ഹോമിയോ അയാൾക്ക് തെറ്റാണെന്നുള്ളത് മനസ്സിലായി. അയാൾ അവിടെ വെച്ച് നിർത്തുന്നു. ഉം. അത് കറക്റ്റ് ആയി പറയുന്നു. അല്ല, നിങ്ങൾ അതിനെതിരെ ഞാനുമായിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ആ ഇരട്ടത്താപ്പാണ് എന്ന് പറയുന്നതിലേക്ക് ആരിഫിനെ ആ നിങ്ങൾ എങ്ങനെയാ കണക്ട് ചെയ്യുന്നത് അതിലേക്കാണ് പറയൂ. അതിലേക്കാണ് ഈ വരുന്നത്. പറയൂ. അതിലേക്കാണ് ഈ വരുന്നത്. അപ്പൊ ഉം, അദ്ദേഹം വ്യക്തമായിട്ടുള്ള നിലപാടുകളോടാണ് നിന്നിട്ടുള്ളത്. ഉം, പിന്നെ സംസാരിക്കുന്നത് വെച്ചാൽ ഇപ്പോ ഈ വിളിക്കുന്ന ആൾക്കാരെല്ലാം ഈ ഭ്രാന്തമാക്കുന്ന ആൾക്കാരുകളാണ്. ഇപ്പൊ വിളിക്കുന്നവരിപ്പോ ഈ ഉം, മുസ്ലിം മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ഭ്രാന്തമാക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. ആ സംസാരിക്കുന്നത് നിങ്ങളുമായിട്ടും പല പ്രാവശ്യം ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഉം. അപ്പൊ അതിനെതിരെ നിങ്ങളും കുറച്ചുകൂടി ലൗഡ്ലി ആയിട്ട് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും വീഡിയോസും ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ട്.
ഉം. അപ്പോ ആ ഒരു നിലപാട് തന്നെ. അപ്പൊ അദ്ദേഹം പറയുന്നത് തന്നെയാണ്. അറിഞ്ഞിട്ട് പോലും തെളിവ് കൊണ്ടുവാ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡയറക്റ്റ് നിങ്ങൾ അടിക്കുകയാണ്. ആരിഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ആ അതന്നെ. ചോദിക്കുന്നത് നിങ്ങൾ എന്നെ അത് കുറിച്ചാണ്. അല്ലെങ്കിൽ ആ അത് ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ അത് ഇതാണെന്നോ അത് ആരിഫുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളല്ല. അത് തന്നെയാണ് ഞാൻ ആരിഫുമായിട്ട് പറഞ്ഞു പറഞ്ഞ വരുന്നത്. കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ട്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ, ഫോൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു, ആ അതുകൊണ്ടാണ് അദ്ദേഹമായിട്ട് അതെ യാതൊരു ഇതില്ല എന്ന് പറയുന്നു പറഞ്ഞു. അതെ. അപ്പോ അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ അതിനകത്ത് ഫോൾ ലാംഗ്വേജ് എന്ന് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല അതായത് നിങ്ങളെ തെറി വിളിക്കുന്ന ഒരാളെ നിങ്ങൾ തിരിച്ച് തെറി വിളിക്കുന്നതും നിങ്ങളുടെ ഒരു ആശയപ്രചാരണത്തിന് തെറി ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നത് തമ്മിൽ വ്യത്യാസമല്ലേ? അല്ല, ആശയപ്രചാരണത്തിന് അദ്ദേഹം തെറി ഉപയോഗിക്കുന്നില്ലല്ലോ. അദ്ദേഹം പറയുന്നത് ഇപ്പൊ ദേ ഏതാ സി പറഞ്ഞത്, ഞാൻ നിങ്ങൾ കൂട്ടുന്ന നിങ്ങൾ നോക്കൂ, ഇവിടെ ആരിഫിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് നിങ്ങൾ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്റെ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അത് അതറിയാനാണ് തന്നെയാണ്. എനിക്ക് കൗതുകം. ആരിഫിനെ കുറിച്ചുള്ള എന്റെ ഓക്കെ, അഭിപ്രായം ഞാൻ പറഞ്ഞു ഞാൻ പറയാം. കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അത് ഞാൻ ഓക്കെ. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരിഫിനോട് നേരിട്ട് അത് പറഞ്ഞിട്ടുള്ള മനസ്സിലായി. കാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞു ആ മനസ്സിലായി. അപ്പൊ അത് പറഞ്ഞു മനസ്സിലായി. അപ്പൊ അതിന്റെ ഈ ഇരട്ടത്താപ്പുകളെ കുറിച്ചുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇല്ല, ഫോൾ നിങ്ങൾ ഇതുവരെ ലാംഗ്വേജ്. ഒന്നും പറഞ്ഞില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ല നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അതായത് ഒരു അപ്പൊ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു ഒരു രണ്ട് സമാനമായിട്ടുള്ള ഓക്കെ, നിലപാടുകളിൽ ഒന്ന് ഞാൻ പറഞ്ഞ ഉം, ഇപ്പൊ ഈ ഫണ്ട് വന്നല്ലോ, നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഫണ്ട് വന്നു. ഉം, അപ്പൊ ആ ഫണ്ടിനെതിരെ എതിരായിട്ട് ആളുകള് ഈ മെസ്സേജ് ചെയ്യണ സമയത്ത് ഉം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഗവൺമെന്റ് തന്നെ കൊടുക്കരുത്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ആര്? അത് ഗവൺമെന്റ് നിങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം, അപ്പൊ അത് ഗവൺമെന്റ് ത്രൂ ആണ്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഉം, ആ ഫണ്ടിനെ എടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ വകതിരിവായിട്ടോ ഇത് തിരിച്ചിട്ട് ഉം, ഈ വേണ്ടപ്പെട്ടവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഉം. ഈ ആവശ്യം കൊടുക്കരുതെന്ന് ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്. നോ, ആരായിരുന്നു കൊടുക്കരുതെന്ന് ഉദ്ദേശിച്ച ആള്? ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ, പല രാഷ്ട്രീയ പാർട്ടികളും പല മതസംഘടനകളും പല സന്നദ്ധ സംഘടനകളും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ പേര് പറഞ്ഞ് പിരിവ് നടത്തും. അത്തരം പിരിവുകൾക്ക് കൈയും കണക്കും കാര്യങ്ങളും അതിന് ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഓക്കെ, ഉണ്ടാവില്ല. അല്ല അതന്നെ ഞാൻ പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞേക്കൂ. പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ അല്ല പറഞ്ഞത്. അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കണം. അതല്ല, നിങ്ങൾക്ക് ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതല്ലാത്ത മാർഗങ്ങൾ ഇപ്പം പിന്നെ ഗവൺമെന്റിന് സമാന്തരമായിട്ട് മറ്റു കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതെന്റെ അഭിപ്രായമാണ്. അതിലെന്താ ഇരട്ടത്താപ്പ് എന്താ? അതിപ്പോഴും അല്ല എന്റെ നിലപാട് അതാണ്. അതല്ല പറഞ്ഞത്. അതിലെന്താ ഇരട്ടത്താപ്പ് എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, അപ്പോ ഉം. നിങ്ങൾ ഇവിടെ അതായത് മറ്റേ എന്താ പറയുന്നത്, ഈ പറയുന്ന വ്യക്തി എന്താ പറയുന്നത്, ചിലപ്പോ ഇവര് ഉന്നയിക്കുന്ന, അതായത് അവര് നേരിട്ട് ഇപ്പോ സന്നദ്ധ സംഘടനകളായിട്ടുള്ള ആളുകൾ അവിടെ കൊണ്ടേ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ എല്ലാവരും ഫ്രോഡ് ആവില്ലല്ലോ, അല്ലെ? എല്ലാവരും സോ ഫ്രോഡ് ആവില്ലല്ലോ. ഞാൻ എന്റെ അതായത് അഭിപ്രായമാണ് പറഞ്ഞത്. അല്ല ഇത്തരം സംഭവങ്ങളിൽ പല ആളുകൾ പലതരത്തിൽ പിരിവായിട്ട് നടക്കും. നമുക്ക് ചെയ്യാവുന്ന കാര്യം ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ അതിനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളിലൂടെ മാത്രം ഇത്തരം കാര്യങ്ങളിലേക്ക് അപ്പൊ ഫണ്ട് കൊടുക്കണം എന്ന് ഞാൻ അതാ പറയാൻ പറഞ്ഞത്. കാരണം ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഗവൺമെന്റിനോട് അവർക്ക് യാതൊരുവിധ വിശ്വാസമില്ലാതെ അവര് ഉന്നയിക്കുമ്പോൾ ആ നിങ്ങൾ അതിനെ കോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ വാദം. അതായത് ഒരു ഗവൺമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങൾ ഒരു മറ്റേ ഇസ്ലാമിന് എതിരായിട്ട് നിങ്ങൾ എതിരായിട്ടല്ല നിങ്ങൾ നിങ്ങൾ അതിന് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാദം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. അതായത് ഇപ്പോ നമുക്കൊരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള ഫണ്ടുകൾ ഉണ്ടാവും. ഇത്തരം ഫണ്ടുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലല്ല, ഗവൺമെന്റ് തലത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റിന്റെ റെക്കോർഡ്സ് നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് തിരുത്തലുകൾ ആവശ്യപ്പെടാൻ പറ്റും, ചോദ്യം ചോദിക്കാൻ പറ്റും, അത് കണക്ക് ചോദിക്കാൻ പറ്റും. കിട്ടുന്നില്ലല്ലോ. അത് സി ചോദിക്കുമ്പോൾ അത് ആ പറഞ്ഞു. സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകളുടെ അത് വേറെ പരിഹരിക്കുക. അതിന്റെ കാര്യം ഈ അത് പറയുന്നത്. അത് അതിൽ അതായത് അത് എന്റെ നിലപാട്. അല്ല, അതിലെവിടെ അതായത് ഇരട്ടത്താപ്പ് എന്താ? അല്ല ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉം. പറയട്ടെ, നമ്മൾ ഒന്നിനെ എതിർക്കുകയും മറ്റൊന്നിനോട് നമ്മൾ ഒരു സാമീപ്യം പുലർത്തുകയും ചെയ്യുമ്പോഴാണ് ഇരട്ടത്താപ്പ് വരുന്നത്. എന്തിനെ എതിർത്തു, എന്തിനോട് അപ്പൊ സാമീപ്യപ്പെട്ടു? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ ഒരു ഗവൺമെന്റിനോട് താങ്കൾ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ ഒരു ഇതൊന്നും അല്ല പറയാൻ വന്നത്, ആ നിങ്ങൾ വേറെ എന്താണ് പറയാൻ വന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിപ്പോ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുണ്ട്, കാരണം അതില്ലാന്നല്ല, അതുണ്ട്. അതാണ് ആ എനിക്കിപ്പോ അത് മനസ്സിലാവുന്നത്. അതുണ്ട്. മറ്റുള്ളത് നിങ്ങൾ പിന്നെ എന്തോ പറയാണ്. കാരണം അവിടെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം
പിരിവ്, അതായത് പല സംഘടനകൾ, ആളും പേരും ഒന്നും ഇല്ലാത്ത പല ആളുകളും പല പിരിവുമായിട്ട് പല എന്താ പറയാ QR കോഡും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് രംഗപ്രവേശം അതൊക്കെ ചെയ്തപ്പോ അതിപ്പോ ഓക്കെ പലതും ഗവൺമെന്റ് പല തലത്തിൽ ഒരാള് അത് എന്റെ നിലപാടാണ്, അത് അല്ല എന്റെ അല്ല പൊളിറ്റിക്കൽ അതല്ലേ നിലപാടാണ്, അതിൽ അപ്പൊ ഇരട്ടത്താപ്പൊന്നുമില്ല. അത് അത് അതിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റിന് പൈസ കൊടുത്താൽ ആൾക്കാർക്ക് നേരെ കിട്ടില്ല, അതുകൊണ്ട് പറ്റാവുന്ന ആൾക്കാർ നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്നായിരിക്കും നിങ്ങളുടെ നിലപാട്. അതിൽ ഉം. എന്റെ ഇരട്ടത്താപ്പൊന്നുമില്ല. ആ കാര്യത്തിൽ എന്റെ നിലപാട് ഇതാണെന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഇത് ഇരട്ടത്താപ്പാവുന്നത് എപ്പോഴാ? ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഞാൻ ഗവൺമെന്റിന് കൊടുക്കണം എന്ന് പറഞ്ഞു, വേറൊരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരും വേറെ ഒരു പർട്ടിക്കുലർ ആൾക്കോ ഒരു സംഘടനക്കോ ഫണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ. അല്ല അതിനകത്ത് അതന്നെ പറഞ്ഞു ഇരട്ടത്താപ്പില്ല, അതൊരു പൊളിറ്റിക്കൽ ഒന്നിനെ നിലപാടാണ്. എതിർക്കുകയും മറ്റൊന്നിനോട് സാമീപ്യം പുലർത്തുമ്പോഴാണ് അതിനല്ല ഇരട്ടത്താപ്പ് എന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ കോള കുടിക്കുകയും നിങ്ങൾ പിന്നെ പെപ്സി ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്, അത് നിങ്ങളുടെ അല്ല അഭിപ്രായമാണ്. അതല്ല അങ്ങനല്ല, അത് ചോയ്സിൽ പെടുന്നതാണ് കുടിക്കുക, അതായത് അതല്ലല്ലോ കൺസംഷൻ അല്ലല്ലോ ഇവിടെ പറയുന്നത്. അതായത് നോക്കൂ, ഇപ്പൊ ഞാൻ നിങ്ങൾ നോക്കൂ, ഓക്കെ കുറച്ചുകൂടി ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നുകൂടി വിഷയത്തിലേക്ക് വരൂ. അതായത് ഞാനൊരു ഇസ്ലാം വിമർശകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്ന ആശയങ്ങളിലെ ഇരട്ടത്താപ്പ് പറയാനാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. അതിനാണ് അത് നിങ്ങൾ ഓക്കെ. ആരിഫിനെ കോട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അല്ല പക്ഷെ അതല്ല, അത് ഞാൻ പക്ഷെ അത് പറഞ്ഞാല് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് ചിലപ്പം എക്സൈറ്റ്മെന്റിന്റെ ആവാം, എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനം എന്റെ ഇരട്ടത്താപ്പിനുള്ള തെളിവല്ല. അതായിക്കോട്ടെ. വേറെ പിന്നെ പറയൂ. ആയിക്കോട്ടെ, ഞാൻ വേറെ ഇപ്പൊ ഒന്ന് പറയാനല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിലേക്ക് വരികയാണ്, ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം അതിനെ എതിർക്കുന്നു. അതായത് നഖസിദ്ധാന്തം എതിർത്തിട്ട് പറയുന്നതിന് ഓരോ വീടുകളിലും ഒരു എന്താ പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം, അല്ലെ? ഓക്കെ. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കഴിഞ്ഞാല്, അതായത് ഖുറാൻ എന്ന് പറയുന്ന ആ വേദപുസ്തകത്തില് അവര് അതിനകത്ത് ഫുള്ള് ഒരു മനുഷ്യന്റെ തലച്ചോറിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംഗതികൾ അതിനകത്തുണ്ട് എന്നുള്ളതിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയാം എന്നാണോ നിങ്ങളുടെ വാദം? അപ്പൊ തീർച്ചയായും അല്ലെ അതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പറയൂ. അതായത് ഏതൊരു മുസ്ലിം, എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പറഞ്ഞേക്കൂ, അത് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക്, അതായത് ഇവര് ഏതെങ്കിലും ഇപ്പൊ ഇവിടുന്ന് ISS ഖുർആൻ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന്, അതിന്റെ തീവ്രതയിൽ ഏതൊരു മനുഷ്യനെയും തീവ്രവാദിയാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആ ഐഡിയോളജിക്ക് ആ പ്രശ്നമുണ്ട്. ഓക്കെ. ഒരു മിനിറ്റ്. എല്ലാ മുസ്ലിമും, നിങ്ങളെ ചുറ്റും കാണുന്ന എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദ് ആണ് എന്ന് പറയുമ്പോൾ അർത്ഥം മാറി. മനസ്സിലായോ? പൊട്ടൻഷ്യൽ ജിഹാദി ഉള്ളിൽ, അതായത് അവര് അതിനകത്ത് ഉണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് ഒരു ഈ അർത്ഥ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ഞാൻ പറഞ്ഞു. അതായത് ഒരു പുസ്തകം അത് ഏതൊരു മനുഷ്യനെയും വഴിതെറ്റിക്കാൻ പര്യാപ്തമാണ് എന്ന് പറയുന്നതും ഈ മനുഷ്യരെല്ലാവരും അപകടകാരികളാണെന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ. അത് പറഞ്ഞേക്കൂ. ഓക്കെ, അതുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് ശരിയാണ്. അല്ല, പുസ്തകത്തില് ഒരു മനുഷ്യന്റെ കാര്യം തന്നെ ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ച് ശരിയാന്നുള്ള അതാണ് എന്റെ ഇരട്ടത്താപ്പ്. അപ്പോഴും നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് എന്താന്ന് മനസ്സിലായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞേക്കൂ. അപ്പൊ ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഈ ഇതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹം വേർഡുകൾ യൂസ് ചെയ്യുന്നതിനെതിരെ നിങ്ങൾ പറയുന്നു എന്നല്ലാതെ, ഈ സാധനത്തിനെ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ അതിനെ എന്താ പറയാ ഒരു പുട്ടിപൂശലോട് കൂടിയിട്ട് കൊണ്ട് നടക്കാം. ഞാൻ പൊട്ടിപൂശിയത് പറയൂ. പൊട്ടിപൂശൽ കൊണ്ടു നടക്കാന്ന് ഉദ്ദേശിച്ചാൽ അതായത് അദ്ദേഹം നഖസിദ്ധാന്തം അങ്ങടെ എതിർക്കണം ആ സാധനത്തിനെ, അല്ലേ? അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ എന്താ പറഞ്ഞു അല്ല അതിനകത്തുള്ള ചില കാര്യങ്ങളെ നമ്മൾ ഒഴിച്ചു നിർത്തി അതിനൊന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാം. അതന്നല്ലേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയിട്ട് അതിനൊന്ന് മോഡിഫൈ ചെയ്ത് അതിനെ കൊണ്ട് നടത്തി ഇവിടെ ഇസ്ലാമിനെ ഒരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഉത്തരവാദിയല്ലോ. അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ നോക്കട്ടെ, ഞാൻ
അല്ല, നിങ്ങൾ അത് തന്നെയാണല്ലോ പറഞ്ഞത്. അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി അത് മറ്റെന്താ പറയാ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഒന്ന് ഒത്തൊരുമയായിട്ട് പോവാനായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുത്തി ആ ഇവിടെ അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അത് എല്ലാം ഇസ്ലാമിന്റെ കൊണ്ട് കാര്യത്തിലാണോ മുസ്ലിങ്ങളുടെ കാര്യത്തിലാണോ പറയണേ? മുസ്ലിങ്ങളുടെ കാര്യത്തിലാ പറയണത്. അത് മുസ്ലിമും ഇസ്ലാമും രണ്ടല്ലേ? അല്ല, മുസ്ലിങ്ങളും ഇസ്ലാമും രണ്ടായിട്ടായിരിക്കും. അവര് ഫോളോ ചെയ്യുന്ന സംഭവമാണല്ലോ ഇത് നിയമങ്ങള്. ഈ ആ ഏതൊരു നിയമങ്ങള് ഹിന്ദുവും പൊട്ടൻഷ്യൽ സംഖ്യയാണെന്ന് എനിക്ക് പറഞ്ഞൂടെ? അത് പൊട്ടൻഷ്യൽ സംഖ്യയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ ഞാൻ പറയാം. എന്താ കാരണം എന്താ വെച്ചാല് എങ്ങനെയാന്ന് ഇത് രണ്ടും നിങ്ങളൊന്ന് വേർതിരിച്ച് പറയൂ. ഓക്കെ, ഞാൻ പറഞ്ഞത് അതായത് ഈ ഈ നമ്മള് ഈ ഗവൺമെന്റ് സ്കൂളും ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും തമ്മിലുള്ള വ്യത്യാസമാണ് അത്. എങ്ങനെ? ഈ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് യാതൊരുവിധ അച്ചടക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. മനസ്സിലായില്ല. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു അച്ചടക്കങ്ങളില്ല. എവിടെ? ഗവൺമെന്റ് സ്കൂളില്. നമ്മൾ ഗവൺമെന്റ് സ്കൂളിനെ കുറിച്ചല്ലല്ലോ പറയണത്. അതല്ല, ഞാൻ ഉദാഹരണങ്ങൾ പറയും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആരെങ്കിലും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നെ പറയാം. ഞാൻ ചോദിച്ചത് അതല്ല, ഏതൊരു ഹിന്ദുവും ഒരു പൊട്ടൻഷ്യൽ സംഖ്യയാണ്. അല്ലാന്ന് തന്നെ ഞാൻ പറയുന്നത്. അങ്ങനെ പരിവാർ ഐഡിയോളജി പരിശീലിപ്പിക്കപ്പെട്ടാൽ, പഠിപ്പിക്കപ്പെട്ടാൽ, അതിലൊരാൾ ആകൃഷ്ടനായാൽ ഏതൊരു ഹിന്ദുവും സംഖ്യ ആയിക്കൂടെ? ഏതൊരു ഹിന്ദു സംഖ്യയായാലും ഏതൊരു ഹിന്ദുവും ഒരു ബീഫ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിനെ തല്ലിക്കൊന്നൂടെ? ഒരു ദളിതനെ തല്ലിക്കൊല്ലാൻ സാധ്യതയില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര തല്ലിക്കൊല്ലണം? അല്ല, ഇതേ സാധനം തന്നെയല്ലേ ഇപ്പൊ ഇസ്ലാമിന്? ഇത് ഇസ്ലാമിസ്റ്റുകളുടെ വാദമാണ്. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ മുർത്തദിനെ കൊല്ലണം നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയണു, എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് സംഘപരിവാർ ആളെ തല്ലിക്കൊല്ലുന്നില്ലേ? എവിടെയാണുള്ളത് കൊന്നിട്ടില്ലേ? റിയാസ് മൗലവി കാസർഗോഡ് എങ്ങനെ മരിച്ചത്? റിയാസ് മൗലവി കാസർഗോഡ്. എനിക്ക് അതിനെ കുറിച്ച് വിശദാംശങ്ങളും കാര്യങ്ങളും അറിയാത്തത്? അല്ല, നമ്മൾ അതിനെ കുറിച്ച് ഒന്നും അറിയണില്ല. നിങ്ങൾക്ക് അല്ല, അത് നമ്മൾ അന്വേഷിക്കും. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ഇതിനകത്ത് പോയിട്ടൊന്നുമില്ല, പോവാത്ത ഒരാളാണ്. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവ്. ഞാൻ പറയാം, എന്റെ ജന്മസ്ഥലം അല്ല, ഞാൻ പറയാണ്. ഒരു പോയിന്റ് പറയട്ടെ. നിങ്ങൾ പറയുമ്പോ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു തീവ്ര സംഖ്യ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം വിരുദ്ധനായ, മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തീവ്രവാദി ഹിന്ദുത്വവാദി അല്ല എന്ന് നിങ്ങൾ എന്നോട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളത് പറയുമ്പോൾ ഈ ലോകത്തുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന് പറയുന്നവരുടെ മനസ്സിൽ മുസ്ലിം വെറുപ്പല്ലാത്തതൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആരെ കുറിച്ച് ആക്ഷേപിക്കാം? ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ. ഇത് കേൾക്കൂ. എന്റെ നാട് എന്ന് പറയുന്നത് ചെറുതുരുത്തിയിലാണ്. ഓക്കെ, എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ അതിശേദി നേതാവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, വീടില്ല, ഒന്നുമില്ല. ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും. അങ്ങനെ ഒരു വളർന്ന ജീവിതത്തിൽ ഞാൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോ എന്റെ കൂട്ടുകാരന്മാർ വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് പലസ്തീന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തൊരു പലസ്തീന്റെ ഇതിന്റെ ഒക്കെ ഇടുന്നത്, നമ്മുടെ നാട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ, എന്തിനു പലസ്തീന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഷയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏതൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറിയൊരു പെൺകുട്ടി ഇതേവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരിട്ടായിരുന്നു. അപ്പൊ ഹിന്ദുവിന്റെ ആരെ കൊന്നു എന്ന് പറഞ്ഞിട്ട്, എന്താ കുട്ടർ പേര് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ കൊന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ തന്നെ ഒരു ഹിന്ദു ചെറിയ കുട്ടീനെ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സ്റ്റാറ്റസ് ഇടാത്തത്? ഈ സ്റ്റാറ്റസ് ഇടാത്തപ്പോ അവൻ ഡയറക്റ്റ്ലി അവന്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് അറിയാം, ഈ കുറെ സംഖ്യകള് കൂട്ടിക്കോ. മനസ്സിലാവണ്ട, കുറെ സംഖ്യകള് ഇതാണോ നിങ്ങൾ എല്ലാ മുസ്ലിം പറഞ്ഞേക്കൂ, തീവ്രവാദികൾ എന്നല്ല. ഇവര്
പറയണേക്കോ ഇവര് ഈ ആലോചിക്കുന്ന ഒരു തലത്തിലേക്ക് ഞാൻ പറയാം. അങ്ങനെ അല്ല, ഇവരാലോചിക്കുന്നു എന്ന് പറയണത് നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ഒരു ഫ്രണ്ട് അങ്ങനെ പറയുന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ അല്ലത് മുസ്ലിങ്ങളും പറഞ്ഞേക്കോ അങ്ങനെയാണെന്നാണോ? നിങ്ങൾ അല്ലല്ല, ഒരു ചോദിക്കട്ടെ. സാവകാശം തരും, എല്ലാ ഒരു മുസ്ലിങ്ങളും സാവകാശം അങ്ങനെയാണെന്നാണോ? ഒരു എന്താ നിങ്ങൾ സാവകാശം. അല്ല, പോയിന്റ് എന്താണ്? അത് പറയൂ. ഞാൻ അങ്ങനല്ലേ പറഞ്ഞു വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വാദത്തിലേക്ക് നമ്മൾ വരികയാണ്. കാരണം ഒരു അവരുടെ വ്യക്തിയുടെ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നടന്നു എന്ന് ഒന്ന് നിങ്ങൾ പറയാൻ പറയപ്പെടുന്ന അനുവദിക്കോ? ഒരു മിനിറ്റ് ഒരു പറയാൻ അല്ല ഇത് അത് ഞാൻ പറയാൻ പറയാം, അനുവദിക്കും. സമയം തരാം. നമ്മൾ ഒരു കാര്യം അല്ല പറയുമ്പോൾ എന്താ അറിയോ? വേറെ പെട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായി നിങ്ങൾ നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു ഫോൺ ഗ്രൂപ്പ് സംഭാഷണത്തിന് അധികരിച്ച് എന്റെ ഇരട്ടത്താപ്പ് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞൊരു കാര്യം പറയൂ. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടി അതേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ സംസാരിച്ചിട്ട് നിങ്ങളുടെ വാദങ്ങളോട് പ്രശ്നം ഞാൻ പറയാം. ഞാൻ ചുരുക്കി പറയാം. അതായത് ഇത് എനിക്ക് മനസ്സിലായത് പറയാം. ഞാൻ ആരിഫിനെ വിമർശിച്ചു. അപ്പൊ ആരിഫ് തീവ്രമായിട്ട് വിമർശിക്കുന്ന ആളാണ്, ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വിമർശിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ കുറച്ചൊരു സോഫ്റ്റ് കോർണർ, ഞാൻ ഒരു മുസ്ലിങ്ങളോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ആളാണ്. ആരിഫാണ് ശരിക്കുള്ള വിമർശകൻ. ഇതുകൊണ്ട് ഞാൻ ഇരട്ടത്താപ്പുള്ള ആളാണ്. സിമ്പിൾ അല്ലേ? സമയങ്ങളെ നമ്മള് അങ്ങനല്ല പറഞ്ഞു. അങ്ങനെ പറയുമ്പോ അത് നിങ്ങൾ ഒരു ഇതുണ്ടാക്കുന്ന പോയിന്റ് പറയുന്നില്ലല്ലോ. നമ്മളിപ്പോ എത്ര സമയമായി സംസാരിക്കുന്നു? അതിലിപ്പോ പോയിന്റ് വരുമ്പോഴേക്കും നിങ്ങൾ അതിനെ എങ്ങോട്ടോ നിങ്ങളുടെ കാര്യം പറയണോ, ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പറയണോ, ഫലസ്തീൻ പറയണോ? അല്ല അത് ഓക്കെ. അതിൽ ആ പോയിന്റിലേക്കാണല്ലോ വരുന്നത്. എല്ലാവരും പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന് നിങ്ങൾക്ക്, നമ്മള് കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അവരേത് സമയവും ഒരു ജിഹാദിയായി മാറാം എന്ന ഭയം നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറിച്ചുണ്ടോ? മുസ്ലിങ്ങളെ കുറിച്ചുണ്ടോന്നോ? അവര് ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അതെ, നമ്മുടെ ഈ കാഴ്ചപ്പാട് വരുമ്പോ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് നിങ്ങൾ മറുപടി പറയൂ. നിങ്ങൾക്കുണ്ടോ? എങ്ങനെ പെട്ടെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതായത് ഏതൊരു ആരിഫിന്റെ വാദം അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്. അത് കറക്റ്റ് ആണെന്നാണ് നിങ്ങളുടെ വാദം. ഒരു മിനിറ്റ്, അത് കറക്റ്റ് അത് കറക്റ്റ് ആണ്. എന്റെ വാദം അങ്ങനെയല്ല. എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന വാദം ഞാൻ പറയട്ടെ. എന്റെ വാദം എന്റെ വാദം കൂടി പറയാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അല്ല ഞാൻ മറന്നു പോകും, അതുകൊണ്ടാ നിങ്ങൾ ജിഹാദികൾ എന്ന് ഉദ്ദേശിക്കുമ്പോ ഡയറക്റ്റ് വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പിന്നെ പോവാം. പറഞ്ഞേക്കോ അവരുടെ ജിഹാദിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പിന്നെ പോകാം. ജിഹാദിസം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് മൈന്യൂട്ടായിട്ട് ബുദ്ധിമുട്ടല്ലേ? പറഞ്ഞേക്കോട്ടോ ഞാനൊരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ സമ്മതിക്കാത്ത? അതായത് എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്നുള്ളതാണ് ആരിഫിന്റെ വാദം. ആരിഫ് അത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്ന ആളാണ്. ലിയാഖത്തിന് അങ്ങനെ ഒരു വാദമില്ല. അതുകൊണ്ട് ലിയാഖത്ത് കുറച്ച് ഇസ്ലാമിനെ ഒന്ന് പുട്ടിയടിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അതാണ് ലിയാഖത്തിന്റെ ഇരട്ടത്താപ്പ് എന്നാണ് നിങ്ങളുടെ വാദം. ഞാൻ എന്റെ ചോദ്യം ഇതാണ്. എന്റെ വാദം എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന വാദം എനിക്കില്ല. അതൊരു മുസ്ലിം വെറുപ്പിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതും മുസ്ലിം വെറുപ്പിന്റെ പ്രൊപ്പഗാൻഡയുടെ ടൂളായിട്ട് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എല്ലാ മുസ്ലിങ്ങളും, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ അയലോക്കത്തും ചുറ്റും നിങ്ങൾക്ക് എല്ലാ മനുഷ്യരും, എല്ലാ മുസ്ലിങ്ങളും ഞാൻ നിങ്ങളുടെ കാര്യം തന്നെ എന്റെ കാര്യം ഞാൻ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും പൊട്ടൻഷ്യൽ ജിഹാദികളാണെന്നാണ്. അല്ലല്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഞാൻ നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ചോദ്യത്തിന് പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഇല്ലേ? ഉണ്ട്. നിങ്ങളൊരു മുസ്ലിം വിരുദ്ധനും മുസ്ലിം വെറുപ്പ് മാത്രം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരാളുമാണ്. അതാണ് എന്റെ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം. എന്റെ വെറുപ്പ് കൊണ്ടുനടക്കുന്ന വെറുപ്പില്ലാത്ത ഒരാൾക്ക്, പൊളിറ്റിക്കലി സാമാന്യ ബോധമുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. അപ്പോ അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ നിങ്ങളെ പുറത്താക്കപ്പെടുമ്പോൾ അത് അവിടെ പൊട്ടൻഷ്യൽ ജിഹാദിസം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ലാത്ത? അത് ക്ലിയർ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യമാണ്. അതെന്തുകൊണ്ടില്ലാത്തത്? എന്താ, എങ്ങനെയാ നിങ്ങൾ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്താ ജിഹാദ് നിങ്ങൾ നേരത്തെ പറയാൻ ശ്രമിച്ചു, അതുകൂടി പറയും. ജിഹാദ് എന്ന് പറയുന്നത് പറഞ്ഞ എല്ലാ തലത്തിലുള്ളതുണ്ടല്ലോ. ഇപ്പൊ അതായത് ആളെ കൊല്ലൽ മാത്രമാണെന്നാണ് ആരിഫ് പറഞ്ഞത്. അല്ല, എല്ലാ തലത്തിലും ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ രാഹുൽ ഈശ്വറായിട്ടൊരു ഇത് നടന്നിരുന്നല്ലോ, ഡിബേറ്റ്.
ഞാൻ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒറ്റ അദ്ദേഹത്തിന്റെ അർത്ഥമുള്ളൂ, ആളെ കൊല്ലലാണ്, അദ്ദേഹത്തിന്റെ മുസ്ലിങ്ങളെ കൊല്ലലാണ്. ഞാൻ താങ്കളുടെ കുറച്ച് കേട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ഞാൻ സ്കിപ്പ് ചെയ്ത്, ഞാൻ അദ്ദേഹത്തിന്റെ കേൾക്കാൻ പോയില്ല. ഇനി എപ്പോഴും അല്ല, ക്ഷമ ഈ ഉണ്ടാവുമ്പോ ഇരുന്ന് ഇപ്പോഴത്തെ കേൾക്കും. നടന്നല്ലേ രാഹുൽ ഈശ്വർ ആരിഫായിട്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ ആരിഫായിട്ട് കമ്പയർ ചെയ്തിട്ടാണല്ലോ എനിക്ക് ഓക്കെ ഇരട്ടത്താപ്പുണ്ടെന്ന് ഓക്കെ പറയാൻ ഓക്കെ ശ്രമിക്കുന്നത്. ആ, ഓക്കെ ഓക്കെ. അല്ല ആരിഫിനോട് അപ്പൊ ചോദിക്കുക അപ്പൊ ജിഹാദ് ഇതിലേക്ക് എന്താന്ന്. വരും, ഇതിലേക്ക് വരും. അപ്പൊ ഇപ്പൊ താങ്കളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ വീട്ടിൽ താങ്കളുടെ ജിഹാദികൾ ഉണ്ട്, പക്ഷെ ജിഹാദികളല്ല ആ എല്ലാരും. അപ്പൊ അതല്ലേ എല്ലാരും ജിഹാദി. ജിഹാദികളല്ല. അപ്പൊ എല്ലാവരും അല്ലെങ്കിൽ അപ്പൊ ആ, ഇല്ലാത്തവര് നമ്മളെ അത് നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? കൃത്യമായിട്ട് അറിയാന്നേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ ഇപ്പൊ? എന്തിന് അപ്പൊ അതല്ല നിങ്ങളുടെ എന്നെ വീട്ടില് സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ജിഹാദികളാണെന്നാണോ നിങ്ങളെ വാദം? അതെ ഏ തീർച്ചയായിട്ടും. അപ്പൊ അതായത് ഒരു കുറ്റകൃത്യം എന്തൊരു ചെയ്യുമ്പോ കഷ്ടം. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോ അതിന് എന്ത് കുറ്റകൃത്യം? മൗനസമ്മതം കൊടുക്കുന്ന ആൾക്കാരും ഉം. കുറ്റാരോപിതനല്ലേ? അപ്പൊ എങ്ങനെ? അല്ലേ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കൊല നടക്കുന്നു കാണുകയാണ്. അപ്പൊ മോദി ഒരു വംശീയവാദിയാണ്, ഒരു 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 വംശഹത്യവാദിയാണ് അല്ലെ? തീർച്ചയായിട്ടും ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടാണ് അത് ആയി പോകുന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്ന കേസിലാ ചോദിച്ചത്. മണിപ്പൂരില് അല്ലല്ലോ, അതിന്റെ എന്തൊക്കെയോ വേറെന്തൊക്കെയോ അതിനകത്ത് നമ്മൾ ഈ കൂടുതലായിട്ട് മണിപ്പൂര് വേറെ എവിടെയൊന്നും അല്ലല്ലോ, ഇന്ത്യ രാജ്യത്തുള്ള ഒരു സ്റ്റേറ്റ് അങ്ങനല്ല അല്ലേ. ഞാൻ പറഞ്ഞത്. അതിന്റെ ഇത് അതിൽ വേറെ ഉത്തരവാദിത്തം മോദിക്കില്ലേ, നരേന്ദ്രമോദിക്കില്ലേ? ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹമാണ് ആ കൂട്ടക്കൊലക്ക് പിന്നെ പിന്നെ കൂട്ടു നിൽക്കുന്ന ആള്, ആ കലാപത്തിന്. അങ്ങനെ കൂട്ടു നിൽക്കാന്ന് പറയാൻ പറ്റില്ല. അതിന് അപ്പൊ ഉത്തരവാദിത്തം എന്റെ ഉണ്ടാവും. വീട്ടുകാരൊക്കെ ഉത്തരവാദിത്തം ഉണ്ടാവും. ജിഹാദികളാണെന്ന് പറയാൻ മോദിനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ? ഒരു കുറ്റകൃത്യം അവിടെ നടക്കുന്നു, അത് തടയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മിണ്ടാതിരിക്കുന്നു. ഇതുവരെ മോദി അവിടെ പോയിട്ട് പോലുമില്ല. ഒരു വീടും ഒരു രാജ്യം തമ്മിൽ രാജ്യം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോ ഏതാ വലുത്? അതെന്താണ് ഏതാ വലുത്? എന്താണ് പറഞ്ഞുതരാം ലിയാഖത്ത്? പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞുതരാം. എങ്ങനെ വെറുതെ എന്താണ് അത് പറയൂ. ഭയങ്കര മോശമായി പോട്ടോ. ഒരു എന്താ മോശം? രാജ്യവും എന്താ മോശം? ഒരു വീടും തമ്മിൽ കമ്പയർ ചെയ്യാൻ. കമ്പയർ ചെയ്യുമ്പോ ഏതാണ് ഏറ്റവും പ്രധാനം? രാജ്യല്ലേ? രാജ്യത്തിന്റെ അതായത് രാജ്യത്തിന് ഭയങ്കരമായിട്ട് പോളിസികളുണ്ട് ലിയാഖത്ത്. അതാണ് അത് ചോദിക്കുന്നത്. നമ്മൾ അപ്പോ പെട്ടെന്ന് ഒരു സ്റ്റേറ്റിന്റെ ഒരു മിനിറ്റ് ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് ഒരു സ്റ്റേറ്റിലെ 2 വിഭാഗം മനുഷ്യർ പരസ്പരം കൊന്നും ചത്തും തീരുമ്പോ അതിനെക്കുറിച്ച് ഇത് ഭയങ്കര മൗനമായിട്ടിരിക്കുന്ന ഇത് ഭയങ്കര ഭരണാധികാരി മോശമായി ആ പോയിട്ടോ. കലാപത്തിന്റെ നിങ്ങൾ ആ വേറെന്തെങ്കിലും കലാപത്തിന്റെ പറയാൻ ആ കലാപത്തിന്റെ പ്രൊമോട്ടർ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എതിർക്കും? അതെങ്ങനെ പ്രൊമോട്ട് ആവുക? അതായത് അതെങ്ങനെയാ അപ്പൊ എന്നോട് എന്റെ വീട്ടുകാര് പിന്നെ അഗ്രസീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോ അതിൽ പ്രതികരിക്കാത്ത എല്ലാവരും ജിഹാദികളാവുകയും അതിൽ തടയാത്ത എല്ലാവരും ക്രിമിനൽ കുറ്റത്തിൽ കുറ്റവാളികളാവുകയും ഭരണാധികാരിയായിട്ടിരിക്കുന്ന ആളുകൾ കൊന്നും ചത്തും തീരുമ്പോ അവിടെ മൈൻഡ് ചെയ്യാതെ അവിടെ പോകാതെ ഒരു വാക്ക് പറയാതിരിക്കുന്ന പ്രധാനമന്ത്രി നിഷ്കളങ്കനാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കലാപ ഇതാണ് ഇരട്ടത്താപ്പ്. പ്രദേശത്തെ നോക്കൂ, ഒരു ഇതാണ് കലാപ ഇപ്പൊ നിങ്ങൾ പ്രദേശത്തെ എടുക്കുന്നില്ലേ, ഇതാണ് ഇരട്ടത്താപ്പ്. അങ്ങനല്ല ഇരട്ടത്താപ്പ്. ഒരു അതാണ് ഇരട്ടത്താപ്പ്. രാജ്യത്ത് ഇപ്പൊ നിങ്ങൾ എടുത്തതാണ് ഇരട്ടത്താപ്പ്. അത് അതായത് നിങ്ങൾ എന്റെ വെറുതെ വീട്ടിലുള്ള അടിക്കരുത്. എല്ലാവർക്കും ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിങ്ങൾ ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്, ഒരു അവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ആ പറയുന്നത്. അതേ സമയത്ത് രാജ്യത്തെ സമാധാനം നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള പ്രഥമ പൗരനായിട്ടുള്ള പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റിൽ 2 വിഭാഗം മനുഷ്യർ തമ്മിൽ തല്ലിച്ചാവുമ്പോ അവര് വെട്ടും കുത്തി ചാവുമ്പോ വെടിവെച്ച് കൊല്ലുമ്പോ മൗനത്തിൽ ഇരിക്കുന്നതില് നിങ്ങൾക്ക് പ്രയാസം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു വീട്ടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയാണ്, പെങ്ങളാണ്, സഹോദരങ്ങളാണ്. വീടിന്റെ കാര്യവും ഒരു രാജ്യത്തിന്റെ കാര്യം വരുമ്പോ ഏതാണ് ഇമ്പോർട്ടന്റ്? ഒരുപാട് വർഗങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുകളുണ്ട്. മറ്റേ എന്താ പറയണ്ടേ, ക്രമീകരിക്കുന്ന രീതികളിൽ പലതുണ്ട്, പലവരും കൂടിയാലോചിക്കേണ്ടതുണ്ട്. ഇല്ലേ? എത്ര കൊല്ലായി മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട്? അതിന്റേതായിട്ടുള്ള കുറെ എത്ര വർഷമായി മണിപ്പൂരിൽ കലാപം തുടങ്ങിയിട്ട്? 3 വർഷമായിട്ടുണ്ടോ അല്ലേ? മണിപ്പൂർ കലാപത്തിൽ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ? തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. അതിന് കൈ കഴുകാനോ ഒരു വ്യക്തിക്കും കഴിയില്ല. അവിടെയുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അന്വേഷണ തലത്തിൽ അന്വേഷിച്ച് അതിന് ഉത്തരവാദിത്തം. കാരണം ഓരോ ഇന്ത്യൻ പൗരനും സംഭവിക്കുന്നതിന് ഉത്തരവാദിത്തം. ഇനി എന്റെ വീട്ടിലുള്ള ആളുകളെ പൊട്ടൻഷ്യൽ ജിഹാദികളാവുന്നത് എങ്ങനെയാന്ന് കൂടി പറഞ്ഞു തരും, ഞാൻ കേൾക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ട് അവർ തഴഞ്ഞു? നിങ്ങൾ എന്തുകൊണ്ട് കാണാൻ സമ്മതിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വത്തുവകകളിൽ നിങ്ങൾക്ക് എന്താ പറയാ, അവരുടെ നിങ്ങളുടെ സ്വത്തുവകകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ അവിടെ വന്ന് നിങ്ങളുടെ ഇപ്പൊ ഒരു 10 ഇതാണോ അതായത് ഒരു കുടുംബത്തില് ഉള്ള വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങളും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിനിപ്പോ മതത്തിന്റെ കാരണത്താലാണെങ്കിൽ പോലും എന്റെ വീട്ടിൽ കയറരുത് എന്ന് എന്റെ ജ്യേഷ്ഠന്മാരാരെങ്കിലും പറയുന്നതും ഒക്കെയാണോ അവർ ജിഹാദികളാണെന്നുള്ളതിന്റെ തെളിവ്? പിന്നെ ഇതും ജിഹാദിസ് അല്ലേ? അതായത് സ്വന്തം കൂടപ്പിറപ്പിനെ ആട്ടി തല്ലി പുറത്തേക്ക് ആക്കുന്ന, ഒരു മതത്തിന്റെ പേരിൽ പുറത്താക്കുന്ന ഏത് തരത്തിലാണ് നിങ്ങൾ പറയൂ?
അത് ആ മതത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതാ അപ്പൊ പറഞ്ഞത്, അതിന് നമ്മൾ എന്താ അത് തന്നെ ചെയ്യേണ്ടത്? ഉദ്ദേശിച്ചുള്ളൂ, അത് അപ്പൊ തന്നെ ഉദ്ദേശിച്ചുള്ളൂ. അതാണോ എല്ലാ ഏതെങ്കിലും മുസ്ലിങ്ങളും രീതിയിലും ഏതൊരു മുസ്ലിമിനെയും സംശയത്തോടെ കാണണം? ഇപ്പൊ നമ്മൾ ഒരു മിനിറ്റ് വിശ്വസിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇത് മുസ്ലിങ്ങളെ സംശയത്തോടെ മുഹമ്മദ്, കാണണം. അവർ ഈ ഏത് വിഷയം സമയത്ത് പൊട്ടൻഷ്യൽ അല്ല, ജിഹാദികളാവും. ഓക്കെ, ആർമി ബാബു പറഞ്ഞ മാതിരി നിങ്ങളോട് മുസ്ലിങ്ങളുടെ നിങ്ങൾ കിതാബില് കാഫിറിനെ കൊല്ലാൻ പറയുന്നുണ്ട് എന്നതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും, ഏത് മുസ്ലിമും ഏത് സമയവും ഏത് ഹിന്ദുവിനെയും കൊല്ലാം വേണ്ടി നടക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതും എന്റെ വീട്ടില് ഞാൻ മതം വിട്ടപ്പോൾ ഞാനുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? ഞാൻ ഇത് പറഞ്ഞേക്കൂ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് കയറരുതെന്ന് അവർ പറയാനുള്ള അത് കാരണം ഞാനും എന്റെ നിങ്ങൾ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാണ് സുഹൃത്തെ. അല്ലല്ലോ, ഇത് അതിനവരെ മതപരമായിട്ടുള്ള പ്രേരിപ്പിക്കുന്നത് കാര്യത്തിലാണ് മതമുണ്ട്. ഒരു വന്നിരിക്കുന്നത്. മിനിറ്റ് നിങ്ങൾ എതിർക്കുന്ന ഞാനല്ലേ മതത്തിന്റെ പറയേണ്ടത്, കാര്യങ്ങളല്ലോ നിങ്ങളല്ലല്ലോ പറയേണ്ടത്. പറയൂ. അതിനവരെ പ്രേരിപ്പിക്കുന്നതിൽ മതത്തിന് പങ്കുണ്ട്. അതുകൊണ്ട് അതന്നെ ഞാൻ പറയുന്നത്. ആ മതത്തിന്റെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും അതുവഴി നാട്ടുകാരെ ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. അതാണ് അല്ല, മതവിമർശനം. പറഞ്ഞേക്കൂ, അത് അതിന് പകരം ഞാൻ എന്റെ അത് വീട്ടുകാരെ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഉടലെടുത്ത് എന്നുള്ള ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞതെന്ന്. അതാ മതത്തിന്റെ പ്രശ്നമാണ്. അതിലെന്താ അപ്പൊ സംശയം? അത് തന്നെ പറഞ്ഞുള്ളൂ. ആണോ? അപ്പൊ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എല്ലാ അതിലേക്ക് വരുമ്പോ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്. എന്താ നമ്മൾ മുസ്ലിങ്ങളെ ചെയ്യേണ്ടത്? നമ്മള് മുസ്ലിങ്ങളൊന്നും ചെയ്യില്ല. ചെയ്യേണ്ടത്? അവര് സ്വയം ചിന്തിക്കേണ്ടതാണ്. ഈ വെട്ടിക്കഴിഞ്ഞാൽ ചോര അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ വരുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരാണ്, എന്താ? നമ്മള് മനുഷ്യന്മാരാണ് എന്നുള്ളത് അപ്പൊ അതിന് പറയുന്നത്. നമ്മൾ അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു വന്നതില് അദ്ദേഹം ജബ്ബാർ മാഷിന്റെ വീഡിയോ കാണണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. നിങ്ങളൊരു ആരിഫിന് വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അയ്യോ, നിങ്ങൾക്ക് എനിക്ക് ലജ്ജ ആരിഫുമായിട്ട് തോന്നുന്നില്ലേ? ഞാൻ യാതൊരു നിങ്ങളെ ഒരു ബന്ധമില്ലാത്ത പോസ്റ്റ് വായിച്ച് ഒരാളാണ്. അപ്പൊ കേൾപ്പിക്കാം. ആരിഫിന്റെ ഒരു പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ. ചേലാകർമ്മ, ഇത് ഒരു മാസം മുൻപിട്ട പോസ്റ്റാണ് കേട്ടോ. ഓക്കെ. ഒരു മാസം മുമ്പിട്ടാണ്. ചേലാകർമ്മം ഒരു വിഷയം നടന്ന സമയത്താണ്. ഈ കുഞ്ഞിനും ഹൂറികളെ കിട്ടുന്നതായിരിക്കും. സ്വർഗത്തിൽ പ്രായം 33. കുട്ടിയുടെ ബാപ്പാക്കും ഹൂറികളെ കിട്ടും. സ്വർഗത്തിൽ പ്രായം 33. കുട്ടിയുടെ ഉമ്മ ക്ഷമിക്കുക, ഹൂറന്മാരില്ല. കുട്ടിയും ഭർത്താവും ഹൂറികളെ പൂശുന്നത് കണ്ടിരിക്കാം. കുട്ടിക്ക് ഹൂറികളെ കിട്ടാൻ പ്രാർത്ഥിക്കാം. ഭൂമിയിൽ. അതായത് 2 മാസം പ്രായമുള്ള ഒരു കുട്ടി ഒരു സുന്നത്ത് കർമ്മത്തിന് ഇരയായി കൊല്ലപ്പെട്ട സമയത്ത് ഒരാൾ എഴുതിയ പോസ്റ്റാണിത്. ഓക്കെ, ആ കൊല്ലപ്പെട്ട കുട്ടിയാണ് ഇതിലെ ഒരു കഥാപാത്രം കേട്ടോ. ഓക്കെ, ഓക്കെ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. വിമർശനമായിട്ട് നിങ്ങൾ അല്ല, എനിക്ക് മനസ്സിലായി. അതിന് നിങ്ങൾ ന്യായീകരിക്കൂ, ഞാൻ കേൾക്കട്ടെ. ന്യായീകരിച്ചോളൂ. അതാ ഞാൻ പറഞ്ഞു, ന്യായീകരിക്കെന്ന് പറയരുത്. അതാണ് ശരിയായ നിലപാട്. ഞാൻ ഇരട്ടത്താപ്പുകാരനാണ്. നിങ്ങൾ ശരിയായ രീതിയിലൊന്ന് വ്യാഖ്യാനിച്ച് കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ നിങ്ങൾ വായിച്ചപ്പോ തന്നെ എന്റെ മനസ്സിൽ കത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹം ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം അറിയോ, ഞാൻ ചോദിക്കുന്നത് ഈ വരികളെ കുറിച്ച് മാത്രമാണ്. അതിലേക്ക് തന്നെ വരുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സെക്സിന്റെ ഒരു ഭാഗം, അത് അതിതീവ്രമായ സെക്സിനെയാണ് നിങ്ങളുടെ കൂടെ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ സംസ്ഥാനത്ത് ഒരു പിഞ്ചു കുഞ്ഞിനോട് ക്രൂരകൃത്യം കാണിച്ച് ആ കുഞ്ഞ് കൊല്ലപ്പെട്ട ആ കുഞ്ഞിന്റെ മൃതദേഹത്തോട് കാണിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദ്യം? സെന്റൻസുകളോടാണ് നിങ്ങളെ ചോദ്യം. എന്റെ ചോദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മനോഭാവം അപ്പോഴുണ്ടായിട്ടുള്ള മനോഭാവം കമ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അതിന് വാക്കുകളെ കുറിച്ച് പറയൂ. ഓക്കെ, അതിന് നമുക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് നിങ്ങൾ എന്ത് സമ്മതിച്ചു എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും നീചമായ വാക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെ, അത്രേ ഉള്ളൂ. അതല്ല, അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് ചേർന്ന് ഇതല്ല സാമൂഹ്യ പ്രവർത്തനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പോയിന്റ് പറയട്ടെ. ഇത് സാമൂഹ്യ പ്രവർത്തനമല്ല എന്നും ഇത് കേവലമായ മുസ്ലിം വെറുപ്പും വെറിയുമാണ് എന്നുമാണ് എന്റെ നിലപാട്. അത് ഇരട്ടത്താപ്പായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാനും അത് ഇരട്ടത്താപ്പായിട്ട് പ്രചരിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അല്ല, ഞാൻ പ്രചരിപ്പിക്കുന്ന കാരണം അറിയോ, ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു. ജബ്ബാർ മാഷിനെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഒരു മിനിറ്റ്, എല്ലാ മുസ്ലിങ്ങളും അപകടകാരികളാണ് എന്ന് ചിന്തിക്കുന്ന തരം ആളുകളുടെ ഇഷ്ടം തൽക്കാലം എനിക്ക് ആവശ്യമില്ല. ആയിക്കോട്ടെ, അതായിക്കോട്ടെ. എന്നെ സംബന്ധിച്ച് മനുഷ്യര് പലതരം ഈ പ്രമാണങ്ങൾക്കും പലതരം പ്രത്യയശാസ്ത്രങ്ങൾക്കും വിധേയരായ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പല വിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. ഞാനൊക്കെ അങ്ങനെ കുടുങ്ങിക്കിടന്ന മനുഷ്യനാണ്. അവിടെ നിന്ന് നമ്മൾ
എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് പരിഗണിക്കാവുന്ന ഒരു പ്രതലത്തിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ മറ്റു ഓക്കെ. മനുഷ്യരെ മുഴുവൻ വെറുപ്പിന്റെ കണ്ണിലൂടെ കണ്ടിട്ടല്ല. അല്ല അതൊക്കെ പറഞ്ഞോ. ഇപ്പൊ മനസ്സിലായി? നിങ്ങൾ ഇതാണ് എന്റെ നിങ്ങളിപ്പോ നിലപാട്. ഇനി ഞങ്ങൾക്ക് നിങ്ങളിപ്പോ ഈ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇതേപോലത്തെ പോലെ പോസ്റ്റുകൾ വായിച്ചാൽ ചാപ്പ ആരിഫിന്റെ പോസ്റ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റ് കേൾക്കട്ടെ. വേണോ? എനിക്ക് ഞാൻ പറഞ്ഞേക്കോ, ഞാൻ പറഞ്ഞ ഈ അപ്പൊ നിക്ക് നിക്ക് ചാപ്പകുത്തിൽ നിക്ക് ഞാൻ ഒരു പറഞ്ഞ മിനിറ്റ് പോയിന്റ് എന്താ വെച്ചാല്, ആരിഫുമായിട്ട് മനസ്സിലായി. ഞാൻ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരു ന്യായാണ് ഈ പറഞ്ഞത്. ഇത്തരം വർത്താനം പറയുന്ന ആളുകളോട് കൂടിയിട്ട് ഒരു പരിപാടി ഉദ്ദേശിക്കുന്നില്ല. അതിന് അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കേൾക്കുമ്പോ അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യങ്ങളുണ്ടാവും. അത് നമ്മൾ നിങ്ങളോട് ചോദിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇതിനുള്ള നീട്ടുകയോ വിശദീകരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഇവിടെ ആരിഫ് പറയുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല എന്റെ ഇരട്ടത്താപ്പ് സ്ഥാപിക്കേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ രണ്ട് സമയത്ത് രണ്ട് വിഷയത്തിൽ രണ്ട് നിലപാടെടുക്കുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ രണ്ടിടത്ത് രണ്ട് നിലപാടെടുക്കുന്നതിനാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയാ. ഇരട്ടത്താപ്പ് എന്താന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഓക്കെ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിയപ്പോ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന് അനുമതി കൊടുക്കണമെന്നാണോ? അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? അത് അനുമതി കൊടുക്കണം. അതേ സമയത്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ ഇറങ്ങി. അത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണോ? അവിടെ സർക്കാരും അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇടപെട്ടത് ശരിയല്ല എന്നാണ് നിങ്ങളുടെ വാദം? ഹിന്ദുത്വവാദികൾ ഇടപെട്ടിട്ടോ അതറിയില്ല. പക്ഷെ അത് ഇതൊക്കെ ഇതിപ്പോ ഒരുപാട് ഇപ്പൊ നമ്മളെ സിമ്പിൾ ആയിട്ട് പറയും. അതായത് ആ സിനിമയുടെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പേരിന്റെ തന്നെയല്ല, ഒരുപാട് പഴയ പടങ്ങൾ നിങ്ങൾ ഒന്നുകൂടി നോക്കി നോക്കുക. അതിനകത്ത് ഫുള്ള് ഈ മറ്റെന്താ ഈ ഹിന്ദു മതത്തിന്റെ ചെറിയ ചെറിയ അവഹേളിച്ചിട്ടുള്ള ഒരു നല്ലൊരു കോമഡി ആയിട്ടുള്ള, അതായത് മറ്റേ റഹ്മാൻ തിലകനായിട്ടുള്ള, അപ്പൊ അതന്നെ പറഞ്ഞു അതിലേക്കായി വരുന്നത്. അതായത് റഹ്മാൻ തിലകനുമായിട്ടുള്ള ഒരു സംഭവങ്ങളും അതേപോലെ മറ്റേ ഒരു സിനിമ ഉണ്ട് ആ കാലം പിടിച്ചു കൊണ്ടുപോകുന്നതും അത് ഫുൾ കോമഡി ആയിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമില്ല. അത് ആ ഒരു ലെവലിൽ നമ്മൾ വിട്ടു. ഈ രണ്ട് സിനിമയുടെയും പ്രശ്നം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഓക്കെ, രണ്ടുപേർക്കും അനുവദിച്ചു പറയട്ടെ. ഒരു സിനിമ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുകയും, അതായത് അതിലൊരു സിനിമ പ്രൊപ്പഗാൻഡ സിനിമയാണ് കേട്ടോ. അതായത് ക്ലിയർ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ സിനിമയാണ്. ഞാൻ പറയട്ടെ സുഹൃത്തെ, പ്രൊപ്പഗാൻഡ സിനിമയാണ് അതിലൊരു സിനിമ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിന്റെ നിർമ്മാതാക്കൾക്കും ഒരു സംശയമില്ല. അപ്പൊ ആ പ്രൊപ്പഗാൻഡ സിനിമ ആണെങ്കിൽ പോലും അത് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം അതിന്റെ നിർമ്മാതാവിനുണ്ട്, ഇല്ലേ? പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ അതായത് സത്യമാണ് എന്ന് വരുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ഇന്റൻഷനോട് കൂടി പെരുപ്പിച്ച കണക്കുകൾ കാണിച്ചിട്ടുള്ള സത്യമല്ലേ അതില്? അല്ല, ആ സിനിമയിൽ പ്രൊപ്പഗാൻഡ സിനിമയാണ്. അതില് ഒരുപാട് എക്സാഗ്രേറ്റഡ് കണക്കുകളുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ഇതാണോ ഇപ്പൊ നിങ്ങളെ വാദം? ഞാൻ ഇത് പോയിന്റ് അതാ പറയാ അത് പ്രൊപ്പഗാൻഡ സിനിമയാണെന്നാണ് എന്റെ നിലപാട്. അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ സിനിമയാണ്, അതൊരു ആന്റി മുസ്ലിം പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്നാണ് എന്റെ നിലപാട്. ഇനി ഞാൻ പറയട്ടെ. അത് പക്ഷേ ആ സിനിമ അത് നിർമ്മിക്കാനും പ്രദർശിപ്പിക്കാനും ഉള്ള അവകാശം ആർക്കുണ്ട്? അതിന്റെ നിർമ്മാതാക്കൾക്കുണ്ട്. അതിനെ പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് പറഞ്ഞ് വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അതേ സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആരിഫ് ഹുസൈൻ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിഷയം വന്നിട്ട് TV ചർച്ചയിൽ പറഞ്ഞത് എന്താ അറിയോ? അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അത് ഹിന്ദുക്കൾക്കും കുരു പൊട്ടിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. അത് ഇരട്ടത്താപ്പാണോ? അല്ലേ? ഞാൻ മൂപ്പരല്ലേ ചോദിക്കുന്നത്. അതായത് ഒരു പ്രൊപ്പഗാൻഡ സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓടി നടക്കുകയും മറ്റൊരു നിസാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു സിനിമയുടെ കാര്യം ഒരു ഹിന്ദുമതവാദം ഉന്നയിച്ചു കൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുകയും അതില് ആ പേര് മാറ്റാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോ ഈ രണ്ട് സിനിമക്കും ഒരേ അർത്ഥത്തിൽ ഈ രണ്ട് സിനിമക്കുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ? ഞാൻ പറയട്ടെ, അതിനകത്ത് എന്താ പറയട്ടെ, ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സിനിമക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ?
ആ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഒരു സിനിമക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം ബാധിക്കുകയും മറ്റേ സിനിമക്കെതിരെയുള്ള ഇത്തരം വില കുറഞ്ഞ ആക്ഷേപങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഈ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ഇങ്ങനെ കുരു പൊട്ടിച്ചാൽ മതിയോ, ഹിന്ദുക്കൾക്കും കുരു എനിക്ക് പൊട്ടിക്കാനുള്ള അവകാശം ഉണ്ട് എനിക്ക് എന്ന് തിരിച്ചു പറയുന്നതും പറയാനുള്ളത് പ്രൊപ്പഗണ്ട ഇതിലുണ്ടായിരുന്നു. ഈ പ്രൊപ്പഗണ്ട എന്ന് ഉദ്ദേശിച്ചത് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ ചോദിക്കുന്നത് അല്ല ഇതിനെ ആ ഇതിനെ കുറിച്ചുള്ള പടത്തിന്റെ നിലപാട്, ആ ഇതിൽ ആവിഷ്കാര പടത്തിന്റെ സ്വാതന്ത്ര്യം മാർക്കറ്റിംഗ് രണ്ടാണോ? ആ പടത്തിന്റെ ഇത് മാർക്കറ്റിംഗ് ഇരട്ടത്താപ്പാണോ? ലെവൽ. അതാണ് എന്റെ ചോദ്യം. ഏഹ് അതായത് ഒരു സിനിമയുടെ കേസ് പറയുമ്പോൾ ഓക്കെ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയും, മറ്റോലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറുണ്ടല്ലോ, അപ്പൊ ഹിന്ദുക്കൾക്ക് അതിനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണോ അല്ലേ? അല്ല ഹിന്ദുക്കൾക്ക് അല്ല അതൊക്കെ അല്ല, അത് ഹിന്ദുക്കൾക്ക് ഇരട്ടത്താപ്പാണോ അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ അത് പറയും, വെറുതെ എന്തെങ്കിലും പറഞ്ഞു. അതൊക്കെ അതാണ് ഇരട്ടത്താപ്പ് കേട്ടോ, അതാണ് ഇരട്ടത്താപ്പിന്റെ അതല്ല ഉദാഹരണം. അങ്ങനെ ഒരു നിലപാട് എന്റെ ഭാഗത്തുനിന്നുള്ളതുണ്ടെങ്കിൽ പറഞ്ഞോളി, നമുക്ക് എടുക്കാം. ഇതാണ് ക്ലിയർ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ. അല്ല നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ജിഹാദിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും ഉണ്ട്, ആ ലെവലിലേക്ക് വരുമ്പോ എല്ലാവരും ജിഹാദികളായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ജിഹാദികളായിട്ട് നിൽക്കുന്നില്ല. അത് എന്റെ വീട്ടിൽ മാത്രമല്ല, ആരിഫിന്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. നോണ പറയരുത് നമ്മൾ മനുഷ്യരെ കുറിച്ച്. നോണ പറയാണ്, പച്ച നോണ പറയാണ്. അതായത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും ഈ ഗ്രന്ഥത്തിൽ എന്താണോ ഉള്ളത് അതേപടി അപ്പടി അരച്ച് കലക്കി കുടിച്ച് കാഫിറിനൊക്കെ കാണുന്നിടത്ത് വേണ്ടി കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന ഒരു പ്രചാരണം നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാ. അത് ക്ലിയർ ആയിട്ടുള്ള മുസ്ലിം വെറുപ്പ് എന്ന് പറയുന്നത്, മുസ്ലിം വെറുപ്പ് വളർത്തുക, മുസ്ലിങ്ങളെ കുറിച്ച് സംശയം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന ഇവിടുത്തെ റൈറ്റ് വിങ് സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ നരേഷനാണ്. അത് നിങ്ങൾ എങ്ങനെ പൊട്ടിയടിച്ചിട്ടും കാര്യമില്ല. കാരണം ആഭ്യന്തര ശത്രുക്കളുടെ ഗണത്തിൽ സംഘപരിവാറിന്റെ സ്ഥാപക നേതാക്കൾ എഴുതിയ പേരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. അവരാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ഇപ്പൊ വല്ലാണ്ട് തിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. മുസ്ലിങ്ങളുടെ ഒരു ഭാഗത്ത് ചെയ്തു തുടങ്ങിന്ന് ക്രിസ്ത്യാനികൾക്കെതിരെയും വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഈ സംഘപരിവാറിന്റെ തണലിൽ ഭരിക്കുന്ന BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ. അല്ലേ അതല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിവേചനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവര് അതിക്രമങ്ങൾക്കിരയാവുകയും അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ലില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നു, പറഞ്ഞേക്കൂ. ഞാൻ ബോംബെയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ സാധാരണക്കാരനാണ്. ഞാൻ അവിടെ പോയിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ബോംബെ സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് മറ്റേ ഇവരാണ്, മുസ്ലിംസുകളാണ് കച്ചവടം ചെയ്യുന്നതും അത് ഇതൊക്കെ ആയിട്ടുള്ളത്. അവിടേക്ക് ഒരു മനുഷ്യന്റെ കുട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊക്കെ അത് ഓക്കെ, അത് അവിടെ അതല്ല ഞാൻ പറയാൻ വന്നത്. നിങ്ങൾ ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞാല് അതായത് ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ അവിടെ നാഗ്പൂരിൽ തന്നെ സംഭവം ഉണ്ട്. ഇപ്പൊ ആ സന്യാസിമാരെ തല്ലിക്കൊന്ന് അല്ലേ, തല്ലിക്കൊന്നിട്ട് ഇവിടെ എത്ര കത്തിയിട്ടുണ്ട്. ആ സമയത്ത് തിരിച്ചാണെങ്കിൽ ഈ മൊത്തം ഇന്ത്യ കത്തില്ലായിരുന്നു. നിങ്ങള് ഞാൻ ചോദിക്കുന്നത് ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണം. ഞാൻ ചോദിക്കുന്നത് ആരാണ് തല്ലിക്കൊന്നത്? നാഗ്പൂര് 2 സന്യാസിമാരെ തല്ലിക്കൊന്നത്. അവിടെയുള്ള മുസ്ലിം അവിടെ താമസിക്കുന്ന തല്ലിക്കൊന്നു. അത് തിരിച്ചാണെങ്കിൽ വാർത്തയുടെ ലിങ്ക് വന്നിട്ടെ. ഓക്കെ, ഞാനിപ്പോ ഇതൊക്കെ നമ്മള് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു ഉദാഹരണം ഞങ്ങളോട് പറയാനേ. ഓക്കെ, ഞാൻ 2 ദിവസം മുസ്ലിങ്ങളുടെ അക്രമം കാരണം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നാടായിട്ടാണോ നിങ്ങൾ ഇന്ത്യയെ കാണുന്നത്? അതോ മുസ്ലിങ്ങൾ വ്യവസ്ഥാപിതമായി അധികാര കേന്ദ്രങ്ങളുടെ തണലിൽ ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യമായിട്ടാണോ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത്? ഏതാ നിങ്ങളുടെ കാഴ്ചപ്പാട്? ഇവിടെ യാതൊരുവിധ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ന്യൂനപക്ഷങ്ങൾക്കൊന്നുമില്ല, ഭൂരിപക്ഷം എന്നുള്ളതൊന്നുമില്ല. ഭൂരിപക്ഷം ആരും ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ന്യൂനപക്ഷങ്ങൾ കാരണം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ. പറഞ്ഞുതരാം. അതായത് ഏരിയകളിൽ ആയി കഴിയുമ്പോൾ ഇവരുടെ ഏരിയകളായി കഴിയുമ്പോൾ, അതായത് ഒരു മുസ്ലിം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്നത് അതായത് ഇവിടെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ UP ഏതൊരു ബീഹാറിലോ ഏതൊരു സ്ഥലത്തുണ്ട്. അവിടെ നിന്നുള്ള വീടിൽ നിന്ന് ആൾക്കാർ വീട് വിറ്റ് പോവുകയാണ്. മനസ്സിലല്ലേ? ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ കാശ്മീർ പണ്ഡിറ്റുകൾ എങ്ങനെയാണ് പോയത്? ഞാൻ ഒരു കാര്യങ്ങളോട് കാശ്മീർ പണ്ഡിറ്റ്
ഞാൻ ആ ചോദിക്കുന്നത് നിങ്ങളോട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉം. ബുൾഡോസർ രാജിനെ കുറിച്ച് ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരെന്തോ ഈ മറ്റേ ഇതിന് ചെയ്യുന്ന എന്തേലും എന്താ പറയാ ഈ മറ്റേ അവിടുത്തെ കുറെ ഗുണ്ടാ തലവന്മാരെനൊക്കെ ഇടിച്ചു നിരത്തിയതായിട്ടുള്ള ഇതറിയുന്നുണ്ട്. അത് മിക്കതും ഈ മറ്റേ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ ഹിന്ദുസിന്റെ ഉത്തർപ്രദേശിൽ ഉണ്ട്. മുസ്ലിങ്ങൾ മാത്രമാണ് ഹിന്ദുസ് ഗുണ്ടകൾ അല്ലേ? അല്ല ഹിന്ദുസിന്റെയും അല്ല, ഉണ്ട്. ഒരു ഗുണ്ടയുടെ ഹിന്ദുസിന്റെയും വീട് പൊളിച്ചിട്ടുണ്ട്. ഒരു ഗുണ്ടയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നിങ്ങളൊരു ആ ആ ഗുണ്ടയാണെന്ന് വിചാരിച്ചോളൂ. ആ നിങ്ങള് തറവാടിൽ താമസിക്കുന്ന നിങ്ങളെ ആൾക്കാരൊക്കെ ഇറക്കി വിട്ട് അവിടുത്തെ വീട് ബുൾഡോസർ തൊട്ട് പൊളിക്കാൻ അതെ പിണറായി വിജയൻ അവകാശം ഉണ്ടോ? വേറൊന്നുണ്ട്. അല്ല, യു ഉണ്ടോ? പി അവകാശം യു ഉണ്ടോ? പി അല്ല യു പി എന്നുള്ള പാശ്ചാത്തലം താങ്കൾക്ക് കുറച്ച് അറിയോ? എന്താണ് അവിടെ നിങ്ങൾ എന്താ പറഞ്ഞോളി. യുപി ഇന്ത്യയിലല്ലേ? ഇന്ത്യയിലാണ്. പക്ഷെ ഇന്ത്യൻ അവിടുത്തെ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ അല്ല തന്നെയല്ലേ? അവിടുത്തെ അതാ പറഞ്ഞത്. അതായത് നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളെ പോലെയല്ല യു പി എന്ന് പറയുന്നത്. യു പി എന്ന് പറയുന്നത് കഴിഞ്ഞാല് ഉം. ഞാൻ അവിടെ ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാർ യു പി അപ്പൊ അവിടെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഹിന്ദുസിലും ഉണ്ട് കേട്ടോ അവരുടെ ഒരുപാട് എന്താ പറയാ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് മുസ്ലിങ്ങളുടെ പോലെ തട്ടിടുന്ന ഞാനൊരു കാര്യം കാര്യങ്ങളും. പറയട്ടെ, നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ അതായത് ഓക്കെ 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 നിങ്ങള് ഒരു പക്ക സംഘി മൈൻഡ് ഉള്ള ആളാണ്. അതുണ്ടോ? പറയാം. സംഘി മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ സംഘപരിവാറിന്റെ ആളാണല്ലേ ഞാനല്ല പറഞ്ഞത്? ചാപ്പൂത്ത്, അല്ല, നിങ്ങളാണ് ഞാൻ ചാപ്പൂത്ത്. പറഞ്ഞ നിങ്ങൾ മനസ്സിലായില്ലേ? പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ അത് നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ ഇതാ പറഞ്ഞത്. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചതിൽ അതല്ലേ ഹിന്ദുത്വ ഇതാണ് പ്രശ്നം. അതായത് തീവ്രവാദത്തെ നിങ്ങളുടെ വളരെ ഉള്ളിനകത്ത് നൈസായിട്ട് ന്യായീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലല്ല മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നതാണ്. ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങൾ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇതല്ല ആ ന്യായീകരിക്കാൻ വന്നത്. നിലവാരത്തിൽ പറഞ്ഞത് ആരിഫ് അവിടുത്തെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരിഫ് സ്റ്റേൺ ആയിട്ട് പറയുന്ന ഇതാണ് ആളും ഞാൻ ചാപ്പൂത്തിൽ അത് നിങ്ങളുടെ കുറച്ച് സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ പറയാം. നിങ്ങള് ചാപ്പയല്ല, ഞാൻ മനസ്സിനകത്ത് ചാപ്പയല്ല എന്തൊക്കെയോ പറഞ്ഞത്. നീ പറഞ്ഞേക്കൂ. സംഘപരിവാർ ഇത്ര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങള് ഇത്രയും അവര് പുരോഗമിക്കോ? ചോദ്യല്ലേ? ഭയങ്കര ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ അല്ല ഉത്തരം ഈ ചോദ്യത്തിലുണ്ട്. നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താണ്? നമ്മൾ അല്ല വെറുതെ എന്തിനാ അങ്ങോട്ട് ചാപ്പി അടിക്കുന്നത്? അതല്ല ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ നിങ്ങളൊരു സംഘ മൈൻഡുള്ള ഒരു മുസ്ലിം വിരുദ്ധത ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അത് ഞാൻ തിരിച്ചെടുത്തു. അത് നാട്ടുകാർ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സംഘപരിവാർ സ്ട്രോങ് ആണെങ്കിൽ അതന്നെ പറഞ്ഞത്. സംഘപരിവാർ സ്ട്രോങ് ആണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുമോ അല്ലെങ്കിൽ ഇത്ര പുരോഗമിക്കുമോ എന്ന ചോദ്യത്തിൽ എല്ലാം നാട്ടുകാരിപ്പോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. ആർക്കപ്പോ വിഷയം? അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് അതല്ല ആ നിങ്ങൾ ചോദ്യത്തിലെല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഞാൻ പറയട്ടെ, ഈ ഇത്രയും ഇസ്ലാമിക് കൺട്രീസുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? നിങ്ങൾ പറയും എങ്ങനെയാണ് വന്നത്? ഇപ്പൊ ഇന്തോനേഷ്യ തന്നെ എടുക്കാം. ഇന്തോനേഷ്യയിൽ ഇപ്പോഴും പ്രതിമയും കാര്യങ്ങളും ഗണപതി ഇതൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. അവിടെ മൊത്തം മുസ്ലിങ്ങളാണെന്ന് ചോദിക്കാം. എങ്ങനെ ഇവര് മുസ്ലിം കൺവേർട്ട് ആയത്? അല്ല, നിങ്ങളാണ് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയുന്നത്. ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറ്റാൻ ഇവര് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സംഘപരിവാർ ഇല്ലെങ്കിൽ അത് സംഭവിക്കും. അതാണ് നിങ്ങളെ പേടി? എന്റെ പേടി എന്നുള്ളില്ല. അതല്ല, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി നിലനിർത്തണമെങ്കിൽ സംഘപരിവാർ ഇപ്പൊ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യണം എന്നാണ് നിങ്ങളെ വാദം? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ ഉത്തരം അതല്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം സംഘപരിവാർ ഇന്ത്യയിൽ സ്ട്രോങ് ആണെങ്കിൽ മുസ്ലിങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ഇത്ര പുരോഗമിക്കും എന്നാണ് ചോദിച്ചത്. അതൊന്ന് ചോദിച്ചു. അതേ ചോദ്യം തന്നെ രണ്ടാമത് ചോദ്യം ഈ ഇസ്ലാമിക് കൺട്രീസുകൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് എന്റെ ഒരു ഇന്തോനേഷ്യ ഇപ്പോ ലേറ്റസ്റ്റ് എന്ന് പറയാം വേണമെങ്കിൽ. അല്ലെ, അതെങ്ങനെ രൂപപ്പെട്ടു? അത് എങ്ങനെ മുസ്ലിം രാജ്യമാക്കി മാറ്റി? അതിപ്പോ അവരൊരു ഇസ്ലാമിലേക്ക് കൺവേർട്ടഡ് ആക്കി. എന്നാലും അവരൊരു ഇസ്ലാമിക് രാജ്യമാക്കി പ്രഖ്യാപിക്കുക എങ്ങനെ പറ്റും? അപ്പൊ അല്ല, എങ്ങനെ പറ്റുമെന്നുള്ളത് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, രണ്ടിനും പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. ഈ രണ്ട് ചോദ്യമാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളതിന്റെ തെളിവ്. അത് കേൾക്കുന്നവർ വിലയിരുത്തട്ടെ. നമ്മൾ വെറുതെ എന്തിനാ തർക്കിക്കുന്നത്? ഇതാണ് പക്ഷെ നിങ്ങളെ ഒരു പോയിന്റിലേക്ക് എടുക്കാതെ ഇങ്ങനെ എന്താ പറയാ എയറിൽ അങ്ങോട്ട് വിട്ടിട്ട് ആൾക്കാരുടെ അടുത്ത് ആൾക്കാർക്ക് അത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. അതായത് ഞാൻ പറയട്ടെ, നമ്മുടെ അനുഭവങ്ങൾ ആയിരുന്നെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിലെല്ലാം ഉണ്ട്. ഉണ്ട്. അത് ചോദ്യമാണ്. അല്ലാതെ സംഘപരിവാറിനെ ആനയാക്കിയിട്ട് ഞാൻ ചിത്രീകരിക്കല്ല.
അതായത് ഞാൻ ഏത് ചോദിക്കുകയാണ്, അതായത് ഞാനതിന് ഒരു കമന്റും പറഞ്ഞിട്ടില്ല. ഞാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അവിടെ ഈ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞേക്കോ എന്റെ ഈ ഈ സംഭാഷണം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്റെ ആ ഒരു ഇരട്ടത്താപ്പ് എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇരട്ടത്താപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക്, നിങ്ങൾ ഒരു ഹീറോ ആയിട്ട് കൊണ്ട് നടക്കുന്ന, നിങ്ങൾ എന്നെ വെച്ച് കമ്പയർ ചെയ്യാൻ ശ്രമിച്ച ഒരാളെ നിലപാട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇല്ല ഇല്ല ഇരട്ടത്താപ്പ് അത് എന്താണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. അല്ല പിന്നെ ഈ അവര് അല്ല അദ്ദേഹവുമായിട്ട്, ആരിഫുമായിട്ട് സഹകരിച്ചു പോകാത്തതിന്റെ അങ്ങനെ പേരിൽ നിങ്ങളുടെ പരിഭവത്തിനുള്ള മറുപടി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ ആളുകൾ വിലയിരുത്തട്ടെ, കേൾക്കുന്നവര്. നമ്മൾ ഏകദേശം ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്ക് വിലയിരുത്തും. തോന്നുന്നത് ഒരു 40 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. 47 മിനിറ്റ് ആയി. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ശരി ഞാനിങ്ങനെ ഇരട്ടത്താപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. നിങ്ങൾ ആ നിഷ്പക്ഷമായിട്ട് ആയിക്കോട്ടെ മുന്നോട്ട് ആയിക്കോട്ടെ പോകും. ഓ ഓക്കെ, ആയിക്കോട്ടെ താങ്ക് യു. ഓ